പല സ്ത്രീകൾക്കും മെൻസ്ട്രൽ സൈക്കിൾ നോർമൽ അല്ല. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് PMOS അഥവാ PCOD. മുഖത്ത് രോമ വളർച്ച, മുഖക്കുരു വരിക, മുടികൊഴിച്ചിലുണ്ടാവുക, ശരീരം അമിതമായിട്ട് വണ്ണം വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലേഡീനെ സംബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. വന്ധ്യത കേസുകളിൽ ഡിലേ ആണ് ഫസ്റ്റ് പ്രോബ്ലം വരുന്നത്. ഡിലേ എന്ന് പറയുന്നത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഡിലേ ആവുന്നത്. ഒരു കപ്പിള് ഒരു കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാതെ ഒരു വർഷം കൃത്യമായി ബന്ധപ്പെട്ടിട്ടും കുട്ടികളാവുന്നെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളത് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യാതെ നമുക്ക് പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. സമയമെടുത്ത് ഓരോ സൈക്കിളിനനുസരിച്ച് വെയിറ്റ് ചെയ്ത് നമുക്കത് നോക്കി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിന് അനിവാര്യമായിട്ടുള്ളത്. ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഡയറ്റും എക്സസൈസും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നമസ്കാരം. കഴിഞ്ഞ മാസം എൻ്റെ ഒപ്പിയിൽ ഒരു കപ്പിൾ വന്നു. അപ്പോൾ അവർ കാണിച്ച റിസൾട്ടൊക്കെ നോക്കുമ്പോൾ ഈ ലേഡിയുടെ AMH പലർക്കും അറിയായിരിക്കും, ആൻറ്റി മുള്ളേറിയൻ ഹോർമോൺ അഥവാ അണ്ടങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഏജ് ആണെങ്കിൽ വളരെ ചെറുപ്പവും 30 വയസ്സിന് താഴെയാണ്. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇത്രയും എഗ്ഗ് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്ന സമയത്ത് തന്നെ ആൾക്ക് നിശ്ചിത അളവിലുള്ള എഗ്ഗുകളേ ഉള്ളൂ. ഒരു 400 മുതൽ 600 വരെ എഗ്ഗുകൾ ചിലപ്പോൾ ഉണ്ടാവും. ആ എഗ്ഗുകൾ ഓരോ മാസവും പീരീഡ് ആവുന്നതിനനുസരിച്ച് അതിങ്ങനെ ഡിപ്ലീറ്റ് ആയി പോയിക്കൊണ്ട് കുറഞ്ഞു വരും. അങ്ങനെയാണ് ഫൈനലി മെനപ്പോസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എഗ്ഗുകൾ കാര്യമായിട്ട് വേണ്ടത് ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ള പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ്. എവറി മന്ത് വെദർ പ്രഗ്നൻസി ഉണ്ടാവുന്നോ ഇല്ലയോ, സ്ത്രീകൾക്ക് ബ്ലീഡിങ് ആവുന്നു, ഈ യൂട്രസിൻ്റെ ലൈനിങ്ങും ഒപ്പം ഈ എഗ്ഗിൻ്റെ ഫ്ലൂയിഡും എഗ്ഗ് റിലീസായ എഗ്ഗും എല്ലാം കൂടെ പുറത്തേക്ക് പോകുന്നതിനാണ് മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് പല സ്ത്രീകൾക്കും മെൻസ്ട്രൽ സൈക്കിൾ നോർമൽ അല്ല. അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് PMOS അഥവാ PCOD. നിങ്ങൾ പണ്ട് കേട്ടിട്ടുള്ള പേര് PCOD ആയിരിക്കും, പുതിയ പേര് ഇപ്പം PMOS എന്നാണ്. ഒന്നും കൂടെ എൻഡോക്രൈൻ ലെവലിലേക്ക് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. യൂട്രസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രോഗമല്ല എന്നും അത് നമ്മുടെ ഓവറീസിനെ മാത്രം ബാധിക്കുന്നതല്ല, പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ബാധിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് അത് അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഹിർസ്യൂട്ടിസം അഥവാ മുഖത്ത് രോമ വളർച്ച, ശരീരത്തിൽ പല ഭാഗങ്ങളിലും കറുപ്പ് നിറവ്യത്യാസം വരിക, മുഖക്കുരു വരിക, മുടികൊഴിച്ചിലുണ്ടാവുക, ശരീരം അമിതമായിട്ട് വണ്ണം വെക്കുക, ചില കുട്ടികൾ മെലിഞ്ഞു പോവുക, ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ലേഡീനെ സംബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രയാസമാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. വന്ധ്യതയുടെ 70% റീസൺസും സ്ത്രീകളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ PMOS ആവാനാണ് സാധ്യത. ഈ PMOS ഉണ്ട് എന്ന് കരുതിയിട്ട് കുട്ടികളാവില്ല എന്നൊന്നുമില്ല, തീർച്ചയായിട്ടും കുട്ടികളാകും. പക്ഷെ അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പലരും കരുതിയിട്ടുള്ള ഡെയിലി എക്സസൈസും ഡയറ്റും മാത്രം ചെയ്താൽ എല്ലാം ഓക്കെ ആവുന്നതാണ്. പല കേസുകളിലും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും വെയിറ്റ് കുറയാത്തവരാണ് കൂടുതലും ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നത്. അല്ലാതെ ഈ പറഞ്ഞ PCOS കേസുകളിലൊക്കെ ഒരു 90% കേസും ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന എക്സസൈസും ഡയറ്റിലും മാറുമായിരിക്കും. എന്നാൽ ചില കേസുകളുണ്ട് സ്റ്റബേൺ ഫാറ്റായിട്ട് വരുന്നത്. എത്ര ചെയ്താലും പീരീഡ് ആവുന്നില്ല, എന്ത് ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല. 88 കിലോ ആയിട്ട് വന്ന ആൾ 88 കിലോയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള പ്രോബ്ലം. അവർ പക്ഷേ ഒരു വർഷത്തോളമായിട്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എന്തോ ഒരു മിസ്സിങ് ഇല്ലേ? അതാണ് ഈ പേരുമാറ്റത്തിൻ്റെയും കൂടെ കാരണം, PCOSൽ നിന്ന് PMOS. അപ്പോൾ ഒന്നും കൂടെ വൈഡ് റേഞ്ചിൽ നമുക്ക് ഈ കാര്യം വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ തന്നെ ഞാനിപ്പോൾ എന്നെ വിസിറ്റ് ചെയ്ത ദമ്പതിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ ഈ ഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. ഈ ഒരു ലേഡിക്ക് PMOS ഉണ്ട്, ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ PMOSനായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ അങ്ങനെ ചോദിക്കുകയാണ്. അതിനായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇത് കുറച്ച് കമ്പൈൻഡ് ഫാക്ടേഴ്സാണ്. അപ്പം നമ്മൾ ഇതിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ട് പേഷ്യൻ്റ് ഇൻഡിവിജ്വാലിറ്റിക്ക് അനുസരിച്ച് മരുന്ന് കൊടുത്തെങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ചില കേസിൽ നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് മാത്രമായിരിക്കും. ഈ രോഗം മൊത്തത്തിൽ മാറണം എന്നില്ല. പ്രത്യേകിച്ച് 20 വയസ്സ് 25 വയസ്സൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് 4-5 വർഷമായി പല ട്രീറ്റ്മെൻറ്റും ചെയ്ത് കുട്ടികളാവാത്തവർക്കൊക്കെ PMOS ഉണ്ടെങ്കിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യല്ല വേണ്ടത്. അവിടെ ഇത് റെഡിയാക്കുന്നു, വെയിറ്റ് കുറക്കുന്നു. അതിന് പകരം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുകയാണ്. ഡെഫിനറ്റ്ലി ആൾക്ക് PMOS മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ ആ രോഗം ബോഡിയിൽ നിന്ന് അങ്ങനെ റെഡിയായി ശരിയായിട്ട് വരും. പിന്നെ നമ്മൾ ഫീഡിംഗ് ഒക്കെ കഴിയുന്ന സമയത്ത് വീണ്ടും ഒരു കെയർ എടുക്കണം. ബിക്കോസ് ആഫ്റ്റർ ഓൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഡയറ്റും എക്സസൈസും ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ഒരു 10% കേസിലെ ആൾക്കാർക്ക് നിർബന്ധമായിട്ടും മെഡിസിനും കൂടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞ കേസിൽ AMH കുറയാനുള്ള റീസൺ
നിരന്തരമായിട്ട് അവരുടെ അടുത്ത് ഓവുലേഷൻ ട്രീറ്റ്മെൻറ്റാണ്. അവർ ഈ ഓവുലേഷന് വേണ്ടിയിട്ട് അണ്ടോൽപാദനത്തിന് വേണ്ടിയിട്ട് ഇഞ്ചെക്ഷൻസ് വെക്കുന്നു, ഈ എഗ്ഗ് വളരാൻ, എഗ്ഗിൻ്റെ ക്വാളിറ്റി കൂടാൻ മെഡിസിൻസ് കഴിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്പർ ഓഫ് എഗ്സ് ഉള്ള ഒരാൾക്ക് നമ്മൾ ഒരു എഗ്ഗ് ബൂസ്റ്റ് ആവും. നാച്ചുറലി നടക്കുമ്പോൾ നമുക്ക് മന്ത്ലി ഒരു എഗ്ഗ് ലെഫ്റ്റ് ഓർ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു എഗ്ഗ് മാത്രം പുറത്ത് വരേണ്ടതിന് പകരം മൾട്ടിപ്പിൾ എഗ്സ് ബൂസ്റ്റ് ആവുക, മൾട്ടിപ്പിൾ എഗ്സ് വേസ്റ്റ് ആയി പോകുന്ന ഒരു പ്രശ്നം അവിടെ വരും. നേരത്തെ AMH ഡിപ്ലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, നേരത്തെ എഗ്ഗ് നമ്പർ കുറയാം. അങ്ങനെ നേരത്തെ എഗ്ഗ് നമ്പർ കുറയുമ്പോൾ അവർക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത അവിടെ ബാക്കോട്ട് വന്നുകൊണ്ടിരിക്കും. ഇതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ഫെർട്ടിലിറ്റിയിൽ ഒരു ലേഡി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ നിന്നും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ പ്രോബ്ലമാണ്. കാരണം എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയാണോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന അതേ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഭാവിയിൽ നമുക്കിപ്പോൾ പ്രഗ്നൻ്റ് ആവാനുള്ള ആ പീരീഡ് കുറച്ച് കൊണ്ടുവരും. ഇത് പലരും അറിയുന്നില്ല. എല്ലാവരും ഈ ഓവുലേഷൻ പെട്ടെന്ന് നടക്കുമല്ലോ, പെട്ടെന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമല്ലോ എന്ന് കരുതി ഓവുലേഷൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഹോമിയോപ്പതിയിൽ എപ്പോഴും ചെയ്യാറുള്ളത് പേഷ്യൻറ്റിന് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ മെത്തേഡാണ്. അതായത് രോഗിയെ ആണ് നമ്മൾ പരിശോധിക്കുന്നത്, ഒരിക്കലും രോഗത്തിനെ അല്ല. അതുകൊണ്ട് തന്നെ ആൾ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് അതിനുതകുന്ന ഒരു മെഡിസിൻ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. ഒരിക്കലും ഞാൻ പറയില്ല ഇത്തരം കേസുകളിൽ നിങ്ങൾക്ക് 1 month കൊണ്ട് മാജിക് റിസൾട്ട്, 2 months കൊണ്ട് മാജിക്കൽ റിസൾട്ട്, അങ്ങനെ ഒരു മാജിക്കൽ റിസൾട്ടും കിട്ടാൻ പോകുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ആ ഒരു സംഭവത്തിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഈ പേഷ്യൻറ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. പലരും നോട്ടീസ് ചെയ്യാത്തതും അതാ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം, വൈറ്റമിൻ D ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. ഇത്തരം കേസുകൾ അല്ലെങ്കിൽ തൈറോയ്ഡ് പ്രോബ്ലംസ് ഇതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് വരാം. ഇതൊന്നും ചെക്ക് ചെയ്യാതെ ജസ്റ്റ് നിങ്ങൾ വണ്ണം കൂടുന്നുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് മുഖത്ത് കുരു വരുന്നുണ്ട്, മീശ താടി പോലുള്ള സംഭവങ്ങളൊക്കെ മുഖത്ത് വരുന്നുണ്ട്, വെറും ഒരു കോസ്മെറ്റിക് പ്രശ്നമായിട്ട് കണക്കിലെടുത്തിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മാറുന്നില്ല, വണ്ണം കുറയുന്നില്ല എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി അല്ലെങ്കിൽ ഹോർമോണൽ ഹിസ്റ്ററി എടുക്കാത്തത് വലിയൊരു അബദ്ധമാണ്. ഇത് പലപ്പോഴും ചെയ്യാത്തത് ചില ഡോക്ടേഴ്സ് ഇത് സജസ്റ്റ് ചെയ്യാറില്ല. ചില ഡോക്ടേഴ്സ് ലേറ്റർ സ്റ്റേജസിലാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇനിഷ്യൽ ഫേസിൽ തന്നെ അറിഞ്ഞിരിക്കണം. അതുപോലെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ ഈ കുട്ടികൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയുള്ളൂ. ഇനിഷ്യൽ ഫേസിൽ ഇത് സ്വാഭാവികമായിട്ട് പീരിയഡ് ഡിലേസ് ഉണ്ടാവാം. കുട്ടി ഈ ഒരു സൈക്കിളിന് അഡാപ്റ്റായി വരാനൊരു ടൈം വേണം. നമ്മുടെ ഓവേറിയൻ പിറ്റ്യൂട്ടറി, ഹൈപ്പോതലാമോ ഓവേറിയൻ പിറ്റ്യൂട്ടറി ആക്സിസ് എന്ന് പറഞ്ഞൊരു ആക്സിസ് ഉണ്ട്. ഇത് പ്രോപ്പർ ആവാൻ തന്നെ ചിലപ്പോൾ ഒരുപാട് വർഷം എടുക്കും. മെനാർക്കി അഥവാ ഫസ്റ്റ് മെൻസസ് കഴിഞ്ഞിട്ട് 5-6 വർഷമെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഈ ഒരു പീരിയഡ് കറക്റ്റായിട്ട് വരുന്നത്. ചില കുട്ടികളിൽ നിങ്ങൾ സ്കാൻ എടുക്കുമ്പോൾ PCOS കാണാം, ചില കുട്ടികളിൽ കാണാം, അല്ലെങ്കിൽ 20 വയസ്സിന് താഴെയുള്ള ആരെ വേണമെങ്കിലും എടുത്താൽ ഇന്നത്തെ ഒരു തലമുറയിൽ നമുക്കൊരു 40% എങ്കിലും PCOSൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ PCOSൻ്റെ വേരിയേഷൻസ് ഈ ഒരു ഓവറീസിൽ കാണാൻ പറ്റും. എന്ന് കരുതി ഉടനടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നില്ല. നമ്മൾ എന്താണോ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. മോസ്റ്റ് കേസിൽ നമ്മൾക്ക് എക്സസൈസും ആൻഡ് ഡയറ്റും അതിൻ്റെ കൂടെ ഫോളോ ചെയ്യുക, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഇതെല്ലാം ക്ലിയർ ആവും. അത്തരം കേസുകൾ ക്ലിയർ ആവാതെ കാണുമ്പോഴാണ് ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക. ഇനി ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത, ആ ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ വന്ധ്യതയുടെ കാര്യം എടുക്കുമ്പോൾ വന്ധ്യത കേസുകളിൽ ഡിലേ ആണ് ഫസ്റ്റ് പ്രോബ്ലം വരുന്നത്. ഡിലേ എന്ന് പറയുന്നത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഡിലേ ആവുന്നത്. ഒരു കപ്പിള് ഒരു കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാതെ 1 വർഷം കൃത്യമായി ബന്ധപ്പെട്ടിട്ടും കുട്ടികളാവുന്നെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതും 30 വയസ്സിന് താഴെയുള്ള കപ്പിളാണെങ്കിൽ ഡെഫിനറ്റ്ലി. ഇനി 30 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 6 മാസം വരെ വെയിറ്റ് ചെയ്യാവൂ. 6 മാസം നിങ്ങൾ ഒരു കോൺട്രസെപ്ഷൻ ഉപയോഗിക്കാതെ ബന്ധപ്പെട്ടിട്ടും കുട്ടികളാവുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ട്രീറ്റ്മെൻറ്റിന് പോവുക. ഇനിഷ്യൽ ഫേസിനെല്ലാം വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യുക. ഇതിൽ പലരും മടിക്കുന്നതാണ്. മെയിൽ പാർട്ടിൽ നോക്കുമ്പോൾ സെമൻ അനാലിസിസ് ചെയ്യാൻ മടിക്കുന്നവർ ഒരുപാട് ഇന്നും ഉണ്ട്. നമ്മൾ പറയുമ്പോൾ എനിക്ക് പ്രോബ്ലം അല്ല, ആളുടെ പീരീഡിനാണ് പ്രശ്നം എന്ന് പറയും. എൻ്റെ അടുത്ത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസം, മീൻസ് 2-3 months മുന്നെയാണ് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവർ അന്നാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അവരുടെ അടുത്ത് മെയിൽ സെമൻ അനാലിസിസ് എടുക്കാൻ പറഞ്ഞു, കൗണ്ട്, ബീജത്തിൻ്റെ കൗണ്ട് നോക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ബട്ട് ഡെഫിനറ്റ്ലി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നെക്സ്റ്റ് മന്ത് അവർ പറഞ്ഞു ലാബിൽ പോയപ്പോൾ എടുക്കാൻ പറ്റിയില്ല, റിസൾട്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു ഇത് പറഞ്ഞു. എനിക്കത് അത്ര വിശ്വാസയോഗ്യമായിട്ടൊന്നും തോന്നിയില്ല. 3ാമത്തെ വിസിറ്റിൽ ഞാൻ അവരോട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു എന്തായാലും എടുക്കാതെ ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടായിട്ട് ആൾ വരുന്നത്. അപ്പോൾ അസൂസ്പെർമിയാണ് കണ്ടീഷൻ, ഒട്ടും തന്നെ ബീജമില്ല. ഈ പെൺകുട്ടി കഴിഞ്ഞ 8 വർഷമായിട്ട് പീരിയഡ് കറക്ഷൻ ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എത്ര എഗ്ഗ് ആ കുട്ടിക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഒരു പക്ഷേ ഈ അസൂസ്പെർമിയ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, എല്ലാ കേസും ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു 25-30% കേസുകൾ ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആയതാണ്. അയാളുടെ കേസ് ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആയൊരു കേസാണ്. എന്നാൽ ഇത് തുറന്ന് പറയാൻ മടിച്ചിട്ട് കഴിഞ്ഞ 8 വർഷമായിട്ട് പല ഡോക്ടേഴ്സിനെ കാണിച്ച് ഈ കുട്ടിക്ക് പീരിയഡ് റെഗുലർ ആവാനും ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാനും മെഡിസിൻസ് കഴിച്ച്
ആ കുട്ടിയുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയും എഗ്ഗിൻ്റെ നമ്പറും വളരെയധികം ഈ 8 വർഷം കൊണ്ട് കുറഞ്ഞു വന്നു. അതേസമയം അസൂസ്പെർമിയ ഉള്ള ആൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റും നടത്താതെ ഈ ഒരു ഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ 8 വർഷമായിട്ട് എടുക്കുക എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ അടുത്ത് ഒരു ഡോക്ടേഴ്സും പറഞ്ഞിട്ടില്ലേ ബീജം ടെസ്റ്റ് ചെയ്യാൻ? പക്ഷേ എനിക്ക് അവർ പറഞ്ഞു ഇല്ല എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടറും പറയാതിരിക്കില്ല. ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സ് അത് സജസ്റ്റ് ചെയ്യും. ഒരു പക്ഷേ അവർ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ചെയ്യാതെ ഇതുപോലെ എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാവാം. അപ്പം ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്, നിങ്ങൾ വൈകിച്ചത് നിങ്ങളുടെ തന്നെ സമയമാണ്, നമ്മുടെ സമയമല്ല, അവരുടെ തന്നെ സമയം. അവർക്ക് തന്നെ കുട്ടി ഉണ്ടാവേണ്ട ഒരു പീരീഡ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ആണെങ്കിൽ പെട്ടെന്ന് ചികിത്സിക്കാൻ പറ്റിയേക്കാവുന്ന ഒരു അസുഖത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്ന ഒരു ഡിലേ അവരുടെ സൈഡിൽ നിന്ന് വന്നൊരു ഡിലേ ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഒരു പ്രോബ്ലം കുട്ടികളുണ്ടാവാൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടറെ തന്നെ കണ്ടിട്ട് അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ഫസ്റ്റ് ചെയ്യുക. ഈ മെയിൽ സെമൻ അനാലിസിസ് ഫസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. അതിലെന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫിസിക്കലി ഈ ഒരു പുരുഷൻ എന്തെങ്കിലും ലക്ഷണങ്ങൾ, വെരിക്കോസിൽ, ഹൈഡ്രോസിൽ എന്തെങ്കിലും വേദന, ബന്ധപ്പെടാൻ പ്രയാസം, ഉദ്ധാരണ പ്രശ്നങ്ങൾ, ലിംഗത്തിൽ വേദന, ലിംഗത്തിന് വളവ്, അങ്ങനെ ഇത്തരം പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ താല്പര്യക്കുറവ്, ഇതൊക്കെ മെയിൽ സ്പേമിൻ്റെ ക്വാളിറ്റീനെയും ക്വാണ്ടിറ്റീനെയും ബാധിക്കാൻ സാധ്യതയുള്ള ഒന്നായതുകൊണ്ട് അത് നിങ്ങൾ നേരത്തെ തന്നെ അത് ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്ത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒന്നും എടുക്കുന്നതല്ല. പുരുഷ ബീജങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ വളരെ കുറഞ്ഞ സമയം മതി. 3 മുതൽ 4 മാസം കൊണ്ട് തന്നെ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാം. അതേ സ്ഥാനത്ത് സ്ത്രീകളുടെ കേസുകൾക്ക് ഒരുപാട് ടൈം നമുക്ക് ആവശ്യമാണ്. ഈ ടൈം എടുക്കുന്നതിൻ്റെ റീസൺ തന്നെ അവർക്കൊരു സൈക്കിളിലാണ് എല്ലാം നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു പുരുഷനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു പുരുഷന് ഒരു ദിവസം തന്നെ ഒരുപാട് തവണ സെക്സിനെ കുറിച്ച് ചിന്തയുണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ബിക്കോസ് അവർ ഒരു കാര്യം ഒരു മൊമെൻറ്റ് ചിന്തിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് അവർക്ക് പല കാര്യങ്ങൾ മാറി 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 അവർക്ക് ചിന്തിക്കാനും അതേ വിഷയത്തിനെ കുറിച്ച് വീണ്ടും വിശകലനം ചെയ്യാനും പുരുഷന്മാർക്ക് കഴിയും. എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല. അവർക്ക് ഒരു പീരീഡ് നല്ല മൂഡായിരിക്കും, അടുത്ത പീരീഡ് സാഡ് മൂഡായിരിക്കും, അത് ചിലപ്പോൾ ഒരു 3-4 ദിവസമായിരിക്കും, അടുത്തൊരു 3-4 ദിവസം സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും, അടുത്തൊരു 3-4 ദിവസം അവർക്ക് റൊമാൻറ്റിക് ദിനങ്ങളായിരിക്കും, പിന്നെ ഒരു 3-4 ദിവസം ഡിപ്രസ്ഡ് ലോ മൂഡിലേക്ക് പോകും. സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്ന അവരുടെ ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഡെയിലി ഒരുപോലെ ആവില്ല. ഇന്നലെ അവർ പറയുന്നത് അവർക്ക് മസാലദോശ കഴിക്കാനാണ് ആഗ്രഹം, നിങ്ങൾ പിറ്റേ ദിവസം മസാലദോശ കൊണ്ടുവരുമ്പോൾ പറയും ഇന്ന് എനിക്ക് അതല്ല ആഗ്രഹം. പക്ഷേ പുരുഷനെ സംബന്ധിച്ച് കൺസിസ്റ്റൻ്റ് ആയിരിക്കും പുരുഷൻ എപ്പോഴും. ആ പുരുഷന് ഒരേ രീതിയിലുള്ള താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് സെക്സിനോട് താല്പര്യമുണ്ട്, നാളെ ആൾക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവും. ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല. ഒരു ഓവുലേഷൻ്റെ സമയങ്ങൾ പ്രത്യേക ഒരാഴ്ചയിലുള്ളൊരു 4-5 ദിവസങ്ങൾ അവർക്ക് സെക്സിനോട് താല്പര്യം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ താല്പര്യം കുറഞ്ഞു വരും. ഇതുപോലെയാണ്. അപ്പോൾ സ്ത്രീകളെ നിയന്ത്രിക്കുന്നത് ഹോർമോൺസ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ളത് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്യാതെ നമുക്ക് പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ തന്നെ AMHൻ്റെ അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രഗ്നൻസി നോക്കുന്നവർക്ക്. അളവിലധികം ഇമ്പോർട്ടൻ്റ് ആണ് AMHൻ്റെ ക്വാളിറ്റി. തീർച്ചയായിട്ടും ക്വാളിറ്റി കൂട്ടാനുള്ള മെഡിസിൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹോർമോൺസ് ബാലൻസ്ഡ് ആണോ നോക്കണം. പ്രഗ്നൻ്റ് ആയാലും അത് ഇംപ്ലാന്റ് ആവാൻ അഥവാ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഒട്ടിപ്പിടിക്കാൻ എടുക്കുന്ന സമയം വളരെ ഇമ്പോർട്ടൻ്റ്. ആ സമയത്ത് നമുക്ക് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാവണം. എല്ലാ ഹോർമോൺസും കൃത്യമാണെങ്കിൽ മാത്രമേ ആ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് നെക്സ്റ്റ് മന്ത് നമുക്ക് കാണിക്കുകയുള്ളൂ. അപ്പോൾ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, പ്രഗ്നൻസി ആവാൻ പ്രയാസം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ വൈകിക്കരുത് എന്നുള്ളതാണ്. ടെസ്റ്റുകൾ ഡോക്ടേഴ്സ് പറയുന്നത് കൃത്യമായിട്ട് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി അതിൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം സ്ത്രീകളിലാണെങ്കിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ, LH ഹോർമോൺ, FSH ഹോർമോൺ, ഇതെല്ലാം AMHൻ്റെ കൂടെ തന്നെ ടെസ്റ്റ് ചെയ്യുക. അതുപോലെ ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ഹോർമോൺസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാം. പുരുഷന്മാരിൽ സെമൻ അനാലിസിസിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് FSH ടെസ്റ്റിന് കൊടുക്കാം. അതെല്ലാം ടെസ്റ്റ് ചെയ്ത് പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഫിസിക്കലായിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് USG ചെയ്യാം. ഇപ്പം സ്ത്രീകൾക്കും USG, പെൽവിക് USG, യൂട്രസിൻ്റെ USG ഒന്ന് ചെയ്തിട്ട് എന്തെങ്കിലും ഫൈബ്രോയിഡ്സോ ഗ്രോത്തോ യൂട്രസിന് എന്തെങ്കിലും അപാകതകളുണ്ടോ, ഷേപ്പ് വേരിയേഷൻസ് ഉണ്ടോ, ഒട്ടിപ്പിടുത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കൂടുതലായിട്ടും കാണുന്നത് പ്രൈമറി ഇൻഫെർട്ടിലിറ്റി കൂടുതൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി അഥവാ ഒരു കുട്ടിയായതിനു ശേഷം രണ്ടാമത്തെ കുട്ടിയാവാനുള്ള പ്രയാസം നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സമയം കൂടുന്തോറും നമുക്ക് ബുദ്ധിമുട്ട് കൂടിയുള്ളൂ, ചികിത്സിക്കാനുള്ള പ്രയാസം അതിനനുസരിച്ച് കൂടി വരും. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണിത്. ഇത് പലപ്പോഴും മറ്റുള്ളവരുടെ കുത്തുവാക്ക് കൊണ്ടും അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരുടെ അയൽവാസികളുടെ കൂട്ടുകാരുടെയൊക്കെ ചോദ്യമായിരിക്കും കൂടുതൽ അലോസരപ്പെടുത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹോർമോൺസ് ഇതിൽ വലിയൊരു ഗെയിം കളിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന എല്ലാ ടെസ്റ്റുകളും കൃത്യമായിട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് ഒരു ഡോക്ടറുടെ കീഴിൽ തന്നെ കുറച്ച് കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. പനിയോ ജലദോഷം പോലെ നമുക്ക് 1-2 ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. സമയമെടുത്ത് ഓരോ സൈക്കിളിനനുസരിച്ച് വെയിറ്റ് ചെയ്ത്
നമുക്കത് നോക്കി ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയുടെ കണ്ടന്റ് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.